ഹായ് ഹലോ, എന്തുകൊണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് രാവിലെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിരുന്നത് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതാണ് കേട്ടോ ബ്രൈഡ്. സൂപ്പറായിരുന്നേ മോൾ ഒരുങ്ങിയത് കാണാൻ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ്. പിന്നെന്താ, അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ചെറുക്കൻ കൂട്ടരൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരത്തെ അല്ലേ പോയി, പെണ്ണും കൂട്ടരല്ലേ, അതുകൊണ്ട് നേരത്തെ പോയി അവിടെ പോസ്റ്റായി ഇത്തിരി നേരം ഇരുന്നു. പിന്നെ അവർ സമയമായപ്പോഴത്തേക്കും സ്വീകരിക്കാനായിട്ട് അമ്മായി, നാരങ്ങ, ചെറുക്കൻ്റെ അളിയൻ, അങ്ങനെയൊക്കെ കുറച്ച് ബന്ധുക്കളും എല്ലാം കൂടെ. അതിൻ്റെ കൂട്ടത്തിൽ കല്ലുവിൻ്റെ മോളെയും കൂടെ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ പുറമെ ജാനിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം പോയതിന് ശേഷം സ്വീകരിച്ച് തിരിച്ച് അവർ ഓഡിറ്റോറിയത്തിലോട്ട് കയറുവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ സമയത്ത് ആ ബ്രൈഡിൻ്റെയൊക്കെ ഒരു മനസ്സിലുണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്കൊരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ നന്നായിട്ട് അറിയാൻ കിട്ടും. ആ കഴിഞ്ഞു പോയ ആ സമയങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് ഓർക്കും. അന്നേരം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുക്കൻ സ്വീകരിക്കുന്ന സമയത്ത് ഓലക്കുടയായിട്ട് അളിയനെ കൊണ്ടുവരുന്ന ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കാണാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബാൻഡ് മേളം കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടും അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ ഈ നിർത്തിക്കൊണ്ടിരിക്കുന്ന. അങ്ങ് മൊത്തം അവിടെ എല്ലാം നിർത്തി നല്ല വിധേനയും ചെറുക്കം വന്ന് മണ്ഡപത്തിലങ്ങ് കയറി. എൻ്റെ പൊന്നോ, അന്നേരത്തേക്ക് ദീപവും എല്ലാം കൂടെ ആയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് രണ്ടും ഒരേ സെറ്റായതുകൊണ്ട് ഞാൻ എടുത്ത് ഫോട്ടോ ഇട്ടേണേ. പിന്നെ ബ്രൈഡ് വന്നു കേട്ടോ. ബ്രൈഡ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ രണ്ടാമത് നടക്കുന്ന ഞാനും മോളുമാണ് താലപ്പൊരി. അത് കഴിഞ്ഞ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഈ മോക്കുള്ള കൂടെ താലപ്പൊരി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചേച്ചിയുടെ കയ്യിലായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഇരുന്ന് താലികെട്ടൊക്കെ മനസ്സമാധാനമായിട്ട് കണ്ടു. പിന്നെ മെയിനടി ഫുഡടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫുഡ് അടിച്ചു. ഇനി നേരെ വീട്ടിൽ പോവുക. അന്നേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.